എന്റെ റസൂല് മദ്യപിച്ചിട്ടില്ല, എന്റെ റസൂല് പുകവലിച്ചിട്ടില്ല, എന്റെ റസൂല് നബിദിനം കൊണ്ടാടിയിട്ടില്ല, എന്റെ റസൂല് ബിദ്അത്ത് ചെയ്തിട്ടില്ല, എന്റെ റസൂല് സുന്നത്തിനെതിരായി ചെയ്തിട്ടില്ല, എന്റെ റസൂല് ഭാര്യയുടെ മുഖത്തടിച്ചിട്ടില്ല, എന്റെ റസൂല് മക്കളെ കുഴിച്ചു മൂടിയിട്ടില്ല, എന്റെ റസൂല് സിനിമ കണ്ടിട്ടില്ല. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ മുൻകടക്കരുത്, റസൂലിനെ നിങ്ങൾ മുൻകടക്കരുത്. റസൂൽ പഠിപ്പിക്കാത്തത് നിങ്ങൾ ചെയ്യരുത്. 49-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ അസീഉല്ലാഹ വഅതിഉർ റസൂൽ വലാ തുബ്തിലൂ അഅമാലക്കും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക. അതേ, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. 40-ാം അധ്യായം 33-ാമത്തെ വചനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരലോകമുണ്ട്, നരകമുണ്ട്. ആ നരകത്തിൽ ബിദ്അത്ത് ചെയ്തവർക്ക് ഹൗദുൽ കൗസർ എന്ന് വെള്ളമില്ല. ബിദ്അത്ത് ചെയ്തവർക്ക് ഹൗദുൽ കൗസർ എന്ന് വെള്ളമില്ല. ആ ഹൗദുൽ കൗസർ എന്ന് വെള്ളം കിട്ടാത്തൊരു ദയനീയത ഈ എളൈറ്റിൽ വട്ടോളിയിലെ മുസ്ലിങ്ങൾക്കുണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആഗ്രഹം തെറ്റാണോ? അതെ. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് മുക്തമാവുക, സകല ഹറാമുകളിൽ നിന്ന് മുക്തമാകുക, വിശുദ്ധ ഖുർആൻ പഠിക്കുക, തിരുസുന്നത്ത് പഠിക്കുക, പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ആർക്കെങ്കിലും ഇതിന് മറുപടി പറയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറഞ്ഞുകൊള്ളുക. പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഞാനിവിടെ അവതരിപ്പിച്ച ഓരോ ഡീറ്റെയിലുകളും ചോദ്യങ്ങളും നിങ്ങൾ മറന്നു പോകരുത്. ജനങ്ങളെ നിങ്ങൾ മറന്നു പോകരുത്. ക്ലിപ്പിംഗ് അല്ല, ഖുർആൻ ആയത്ത് ഉദ്ധരിച്ച്, ഹദീസ് ഉദ്ധരിച്ച്, അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ച്, പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് പോലീസ് പെർമിഷൻ എടുത്ത് എളൈറ്റിൽ വട്ടോളി സാധിക്കുന്ന ഖണ്ഡന മണ്ഡനങ്ങളും നടന്ന് ആളുകൾ സത്യം തിരിച്ചറിയുന്ന സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. എളൈറ്റിൽ വട്ടോളിയിൽ എന്റെ പ്രസംഗം കേട്ടവരെ, ആയത്താണ് ഞാൻ ഉദ്ധരിച്ചത്, ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചത്, തെളിവുകളാണ് ഞാൻ ഉദ്ധരിച്ചത്, ചരിത്രഗ്രന്ഥമാണ് ഞാൻ ഉദ്ധരിച്ചത്. നബിദിനം കഴിക്കാമെന്ന് പറയുന്ന ആളുകളുടെ വാദമുഖങ്ങൾ അവർ തന്നെ കശക്കി എറിഞ്ഞ അവരുടെ രചനകൾ വർഷം പറഞ്ഞു, മാസം പറഞ്ഞു, പേജ് പറഞ്ഞു, എഴുതിയ വ്യക്തി പറഞ്ഞു, എഴുതിയത് പറഞ്ഞു, വായിച്ചു, കേൾപ്പിച്ചു, തെളിവുകൾ ഉദ്ധരിച്ചു. ഇനിയും നിങ്ങൾക്ക് സത്യം വേണ്ട, അസത്യം മതിയെങ്കിൽ നിങ്ങളുടെ കാര്യം അല്ലാഹു തീരുമാനിക്കും എന്നതല്ലാതെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സൂറത്തുൽ റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വചനം. ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ച വചനമാണ്. സ്വന്തം നിലപാടിന് മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറില്ലേ? അല്ലാഹു നിങ്ങളെ മാറ്റുകയില്ല. തീർന്നില്ല. വമൻ യുശാഖിഖുർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസഅസ ബസീറ. ഹിദായത്ത് വ്യക്തമായി, റസൂലുള്ളാഹിന്റെ വഴി വ്യക്തമായി, സഹാബികൾ ഒരൊറ്റ കുട്ടിയും നബിദിനം കൊണ്ടാടിയിട്ടില്ലെന്ന് വ്യക്തമായി. അല്ലാഹു പറയാൻ, അങ്ങനെ ഗൈറ സബീലിൽ മുഅ്മിനീൻ, സഹാബികളുടേതല്ലാത്ത ഒരു മാർഗം സ്വീകരിച്ചാൽ നവല്ലിഹി മാ തവല്ല, നിങ്ങളെ തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചുവിടും, വനുസ്ലിഹി ജഹന്നം, നിങ്ങളെ നരകത്തിലേക്ക് നയിക്കും, വസഅസ ബസീറ, അങ്ങനെ നിങ്ങൾ നരകത്തിലെത്തും. ഈ നരകത്തിൽ രക്ഷപ്പെടാൻ സൂറത്തുൽ നിസാ 4-ാം അധ്യായം 115-ാമത്തെ വചനം. അല്ലാഹു ഖൈറാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ വിഷയം നിങ്ങൾക്ക് എന്റെ കഴിവിന്റെ പരമാവധി സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. പഠിക്കാം, മനസ്സിലാക്കാം, ചർച്ച ചെയ്യാം. നല്ല നിലക്ക് ഏത് കാലഘട്ടത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഏത് ചർച്ചക്കും തയ്യാറാണ്. ഇന്നൊരു മുഖാമുഖം എറണാകുളത്ത് നടക്കുന്നുണ്ട്, മുമ്പും നടന്നിട്ടുണ്ട്, ഇനിയും നടക്കും. അതിലൊന്നും പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ പെർമിഷൻ അനുസരിച്ച് എന്നും ദീനീ പ്രബോധനം നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ഏതേത് പ്രവർത്തനങ്ങളും സുതാര്യമാണ്. ഈ പ്രസ്ഥാനം മനുഷ്യരെ എന്നും സ്നേഹിച്ചു. ഞങ്ങൾക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ടായിരുന്നു, മുസ്ലിം സമൂഹത്തിന്റെ സംരക്ഷണം എന്നതിനേക്കാൾ ഉപരി ഞങ്ങൾ ഇസ്ലാമിന്റെ സംരക്ഷകരാവുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രത്യേകത. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെയാണ്, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. ജനങ്ങൾ എന്റെ സുന്നത്തിനെ ഫസാദാക്കിയാൽ ആ സുന്നത്ത് പുനഃസ്ഥാപിക്കുന്ന പോരാട്ടം, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര.
അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഒരിക്കലും മുസ്ലിങ്ങളുടെ സംരക്ഷകർ അല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സംരക്ഷണം മുഖ്യ അജണ്ടയായവർ ഞങ്ങളല്ല. ലോകം അവസാനിക്കുന്നവരെയുള്ള മനുഷ്യർക്ക് ഇസ്ലാമിനെ സംരക്ഷിച്ചു നിർത്തുക എന്നതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. പൗരോഹിത്യത്തിന്റെ കൈകളിൽ നിന്ന് ഇസ്ലാമിനെ, അതാണ് റസൂൽ പറഞ്ഞത്, അല്ലെ, ഫതൂബാലിൽ ഖുറബാ അല്ലദീന യുസ്ലിഹൂന മാ ഫസദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. എന്റെ കാലശേഷം എന്റെ സുന്നത്തിനെ ഫസാദാക്കും, അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മംഗളം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ആ കൂട്ടത്തിൽ പെടാനാണ് മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചത്. ഇന്നുരീദു ഇല്ലൽ ഇസ്ലാഹ് എന്ന് ഖുർആൻ പറയുന്നു. ആ ഇസ്ലാഹാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിച്ചത്. പ്രമാണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങളെ അങ്ങേയറ്റം പറ്റിച്ചവരെ അല്പം രൂക്ഷമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അശിദ്ദാഉ അലൽ കുഫാർ എന്ന ഖുർആനിക വചനം അനുസരിച്ചാണ്. കുഫാറുകളോട്, സത്യനിഷേധികളോട് ഒരു ശിദ്ദത്ത് കാട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാര്യം അവരോട് കാണിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കാത്തവരാണ്. അത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായാലും സുന്നി പ്രസ്ഥാനത്തിലെ സാധാരണക്കാരായാലും അവർ സാധാരണക്കാരാണ്. അവരെ പറ്റിക്കൽ പണ്ഡിതന്മാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അവർ നമ്മളെ വിശ്വസിക്കുന്നു, അവർ നമ്മൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു. പകരം അവർക്ക് നമ്മൾ നരകം നേടിക്കൊടുക്കരുത് എന്നാണ് എനിക്ക് പണ്ഡിതന്മാരോട് ഈ വിഷയത്തിൽ ഉപദേശിക്കാനുള്ളത്. ദുനിയാവിലെ നോട്ടുകെട്ടുകളല്ല, പരലോകത്തിലെ സുഖമാണ് പ്രധാനം, അവിടുത്തെ സ്വർഗമാണ് പ്രധാനം. അവിടെ സ്വർഗം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്, നരകാവകാശികളാവരുത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപുരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തലം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ വൽ അംവാത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.